എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ നഫീല ഹാഷിം, മൈൻഡ് കോച്ചാണ്, കൗൺസിലറാണ്. എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മാനസിക രോഗങ്ങളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒന്നാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്നാൽ വേണ്ട സമയത്ത് വേണ്ട ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ ഈ രോഗം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള പേടിയാണ് ആങ്സൈറ്റി എങ്കില് പഴയ കാലത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഒരാളെ ഡിപ്രഷനിലേക്ക് ഏറ്റവും കൂടുതൽ നയിക്കുന്നത്. പലതരത്തിലുള്ള ഡിപ്രഷൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് ഡിപ്രഷനിലേക്ക് നയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷന്റെ കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് പറയാം. ഇത് കോമൺ ആയിട്ട് എല്ലാ ഡിപ്രഷനിലും ഉണ്ടാവുന്ന കുറച്ച് കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് പറയാം. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം എന്നില്ല. ചിലപ്പം ഒന്നോ രണ്ടോ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിൽ പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പം ഇത് മാത്രമാണ് ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ. എന്ത് കാര്യത്തിനും, അത് ചിലപ്പം പഠിത്തത്തിലായിക്കോട്ടെ, വർക്കൗട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടു ജോലിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലായിക്കോട്ടെ, ഒന്നിനും തീരെ താല്പര്യമില്ലാത്ത അവസ്ഥ. പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാത്തിനോടും ഒരു വെറുപ്പ് തോന്നുക, സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റും ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. തീരെ വിശപ്പില്ലാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പ്, അമിതമായിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ തീരെ ഉറക്കില്ലാത്തൊരവസ്ഥ, ചില കാര്യത്തിനോട് വല്ലാത്തൊരു പേടി തോന്നുക, സ്വയത്തോടുള്ള നെഗറ്റീവുകൾ, അതായത് ഞാൻ ഒന്നിനും കൊള്ളൂല, ഞാൻ മരിക്കേണ്ടവളാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളൊരു തോന്നല്, ഞാനൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നല്, മടി, എല്ലാത്തിനോടും ഒരു മടി തോന്നുക, അല്ലെങ്കിൽ അമിതമായിട്ട് ക്ഷീണം തോന്നുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാത്തിനോടും അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടാണ്, ഇനി ആർക്കും സ്നേഹമില്ല, അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ട എന്നൊരു തോന്നൽ, ഞാൻ ഒറ്റപ്പെട്ടു പോവാണ്, അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് എന്നെ ഒറ്റപ്പെടുത്താണ് എന്നുള്ളൊരു തോന്നൽ. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള ഡിപ്രഷൻസിന്റെ ലക്ഷണങ്ങളാണ്. ഇത് മാത്രമാണ് ഡിപ്രഷന്റെ ലക്ഷണം എന്നല്ല. ഇതിൽ കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാവാം. പലതരം ഡിപ്രഷൻ ഉണ്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡിപ്രഷൻസ് ഉണ്ടാവും കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ വിവാഹ തലേന്ന് ഉണ്ടാവുന്ന ഡിപ്രഷൻസ്, പ്രസവം കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഇതൊക്കെ ഡിപ്രഷൻസ് ആണ്, പലതരം ഡിപ്രഷൻസ് ആണ്. അപ്പോൾ അതിന്റെ ലക്ഷണങ്ങളും ഓരോരുത്തർക്ക് കൂടെയും കുറയുകയും ചെയ്യാം. ചിലർക്ക് എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായേക്കാം, ചിലർക്ക് എല്ലാ ലക്ഷണങ്ങളും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഉണ്ടാവും, അത് ആഴത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ഡിപ്രഷനിൽ നിന്ന് കയറുക എന്നുള്ളത് നോക്കാം. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഡിപ്രഷനിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് ഡിപ്രഷൻ ആഴത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കൗൺസിലറോ ഒരു സൈക്കോളജിസ്റ്റിനോ പോയിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എങ്കിലും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം. ഒന്ന് നല്ല പോലെ ഉറങ്ങുക. അതായത് ചിലപ്പം ഈ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് തീരെ ഉറക്കം ഉണ്ടാവില്ല, ചിലപ്പം അമിതമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. അപ്പം അതായത് നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ അതേപോലെ തന്നെ മൈൻഡ് കാമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെഡിറ്റേഷൻ, ബ്രീത്തിങ് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, യോഗ എന്നുള്ളത് നോക്കുക. പറ്റുമെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 5 മിനിറ്റ് എങ്കിലും ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും നമുക്ക് വിശ്വാസമുള്ള, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന അത്രത്തോളം വിശ്വാസമുള്ള ഒരാളോട് നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുക. സ്വയത്തോട് ക്ഷമ ചോദിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നിന്നെ ഒന്നിനും കൊള്ളൂല, നീ അങ്ങനെയാണ്, നീ മോശപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള പല കാര്യങ്ങളും ഈ ഡിപ്രഷൻ സ്റ്റേജിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം നമ്മൾ സ്വയത്തോട് ഒരു ക്ഷമാപണം, ഒരു ഫോർഗീവ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്.
നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ നോക്കുക, ആഘോഷിക്കാൻ നോക്കുക, ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മാക്സിമം നിങ്ങൾ നോക്കുക. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അതേപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, ഇഷ്ടമുള്ള ഹോബീസ്, അതേപോലെ നിങ്ങളുടെ പാഷൻ എന്താണ് എന്നുള്ളത് നോക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ വിനോദയാത്രകൾ, ഇപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് പോവാം, സോളോ ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ കൂടെയോ നിങ്ങൾക്ക് ട്രിപ്പ് പോയിട്ട് മനസ്സൊന്ന് ശാന്തമാക്കാം. അതേപോലെ നിങ്ങളെ മികച്ചതാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. സെൽഫ് ഡെവലപ്മെന്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങളെ സ്കിൽസ് ആയിക്കോട്ടെ, അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാൻ നോക്കുക. അതേപോലെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിധി വരെയൊക്കെ ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ പറ്റും. ആഴത്തിലുള്ള ഡിപ്രഷനാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള കൗൺസിലറെയോ ഒരു സൈക്കോളജിസ്റ്റിനോ പോയിട്ട് കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ കോച്ചിങ്ങോ കൗൺസിലിങ്ങോ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.